നമസ്കാരം. പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലൊരവസ്ഥയാണ് പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയ അൻവർ. ഇന്ന് കേരളം വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഇനി ഏതായാലും പാർട്ടി തണൽ ഉണ്ടാകില്ല എന്നൊക്കെയാണ് പുതിയ നീക്കങ്ങൾ നമ്മളോട് പറയുന്നത്. എന്തൊക്കെയാണ് അൻവർ പറഞ്ഞത്? സൂര്യൻ കെട്ടുപോയെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നൊക്കെ അതും അതുക്കപ്പുറവും ഒക്കെ പറഞ്ഞ് പിണറായി വിജയനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ടാണ് PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധിയായ പത്രസമ്മേളനങ്ങൾ നടത്തിയത്. എന്തായാലും അൻവറിന് ഇനി LDF-ൽ സ്ഥാനമുണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതിലപ്പുറം പോകാൻ സാധ്യതയില്ല. മുഖ്യമന്ത്രിക്കെതിരെ കത്തിപ്പടർന്ന അൻവറിനെ നേരിടാൻ തന്നെയാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി അച്ചടക്ക നടപടിക്ക് പരിമിതിയുണ്ട്, കാരണം അദ്ദേഹം പാർട്ടി അംഗമല്ല. ആ പരിമിതി ഉണ്ടെങ്കിലും അൻവറുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ശക്തമായി തിരിച്ചടിക്കാനാണ്, പരസ്യമായി തിരിച്ചടിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. MLA സ്ഥാനം രാജിവെക്കാതെ രണ്ടും കൽപ്പിച്ചുള്ള പോരിനാണ് അൻവർ അപ്പുറത്ത് ശ്രമിക്കുന്നത്. കാരണം അൻവറിന് ആ ഒരു MLA പദം അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനം എല്ലാവരും കണ്ടതാണല്ലോ. ആ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പത്രസമ്മേളനം നടത്തുമ്പോഴൊന്നും അങ്ങനെ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ നേതാക്കൾ ഒരു മടി കാണിച്ചിരുന്നു. പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ പാവയായി അൻവർ മാറി എന്നാണ് P. ജയരാജൻ പ്രതികരിച്ചത്. വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിക്കൈയായി അൻവർ മാറിയെന്ന് മറ്റൊരു ജയരാജൻ, MB ജയരാജനും പറഞ്ഞു. ഒരു പടി കൂടി കടന്ന് ഉത്തരം താങ്ങുന്നുവെന്ന് ധരിക്കുന്ന പല്ലിയെ പോലെയാണ് PV അൻവർ എന്ന് സാക്ഷാൽ ശിവൻകുട്ടിയും വിമർശിച്ചു. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട മുഖങ്ങൾ അൻവറിനെതിരായി പരസ്യമായി നേരിട്ട് ആക്രമണത്തിന് രംഗത്ത് വന്നു എന്നാണ് അതിന്റെ ചുരുക്കം. അൻവർ വലതുപക്ഷത്തിന്റെ കോടാലിക്കൈയാണെന്നും വലതുപക്ഷത്തിന്റെ കാലങ്ങളായുള്ള ജീർണിച്ച ജൽപ്പനങ്ങൾ അപ്പാടെ ഛർദിക്കുകയാണെന്നുമായിരുന്നു DYFIയുടെ പ്രതികരണം. DYFI ഒന്നും നാളിതുവരെ, അൻവർ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, നാളിതുവരെയും ഇത്രമാത്രം ശക്തമായ പ്രതികരണങ്ങളിലേക്ക് കടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും CPM സൈബർ പോരാളികളുടെയും സ്വന്തം PV അൻവർ ആണിപ്പോൾ കുരിശ് യുദ്ധ പ്രഖ്യാപനം നടത്തി അപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നേരിടാതെ നിവൃത്തിയില്ല. കാരണം അത്രമാത്രം ഡാമേജ് അൻവറിന്റെ ഓരോ പത്രസമ്മേളനവും ഓരോ സ്റ്റേറ്റ്മെന്റും CPM-ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൻവർ തീയായപ്പോൾ കൂടുതൽ പൊള്ളലേറ്റത് പിണറായിക്കും MB ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനുമാണ്. ഈ ആഞ്ഞ് അടി തുടങ്ങിയിട്ട് ആഴ്ചകളേറെയായെങ്കിലും ആരാണ് നിലമ്പൂർ MLA-യുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പലർക്കും വ്യക്തമായിരുന്നില്ല, ആർക്കും വ്യക്തമായിരുന്നില്ല. എന്താണ് അൻവറിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പലർക്കും അറിയില്ലായിരുന്നു. പലതരത്തിലുള്ള ചർച്ചകൾ നമ്മൾ കണ്ടു, പക്ഷെ അപ്പോഴൊന്നും വ്യക്തമായിരുന്നില്ല. ഒടുവിൽ പാർട്ടിയെ തന്നെ ഞെട്ടിച്ച് അൻവർ പോർമുഖം തുറന്നത് സാക്ഷാൽ പിണറായി വിജയന് നേരെയാണ്. പിണറായി വിജയൻ തന്റെ പിതാവാണ്, സൂര്യനാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന അൻവർ നേരെ തിരിഞ്ഞ് പിണറായിക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. 8 വർഷത്തിനിടെ മുഖ്യമന്ത്രി നേരിട്ട അസാധാരണമായൊരു വെല്ലുവിളിയാണ് PV അൻവർ പിന്നെ അദ്ദേഹത്തിന് നേരെ തൊടുത്തത്. സ്വതന്ത്ര MLA ആയതിനാൽ പാർട്ടിക്ക് അച്ചടക്കത്തിന്റെ വാളോങ്ങാൻ പരിമിതിയുണ്ട്, കാരണം പാർട്ടിയുടെ അംഗത്വവുമില്ല. പക്ഷേ ഇനി ഒരു ഇഞ്ചും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് പാർട്ടിയുടെ നിലപാട്. പാർട്ടിയുടെ ശത്രുവായി അൻവർ സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് നേതാക്കൾ പറയുന്നത്. പാർട്ടി പ്രഖ്യാപിച്ചതല്ല, അൻവർ തന്നെ സ്വയം താൻ പാർട്ടിക്കെതിരെയാണ് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പാർട്ടി പറയുന്നത്. താഴെ തട്ടു മുതൽ അൻവറിനെതിരെ കടന്നാക്രമണം ഉറപ്പാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല. കാരണം താഴെ തട്ടിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അൻവർ പറയുന്നതിൽ കുറെ ശരിയില്ലേ എന്ന് പോലും ചിന്തിച്ചവർ പലരുമുണ്ട്. LDF ബന്ധം അൻവർ സ്വയം ഉപേക്ഷിച്ചെങ്കിലും ഈ പൊട്ടിച്ച ബോംബുണ്ടല്ലോ, അത് പാർട്ടിക്കുള്ളിൽ ഇനിയും വലിയ തോതിൽ പുകയും പൊടിയും ഒക്കെ ഉയർത്തി ആളിപ്പടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സമ്മേളന കാലം കൂടിയാണ്. പാർട്ടി നിർദ്ദേശം ലംഘിച്ച അൻവറിനെ അകറ്റുമ്പോഴും ഉന്നയിച്ച പ്രശ്നങ്ങൾ പാർട്ടിയിലെ പല നേതാക്കൾക്കും നേരത്തെയുണ്ട് എന്നത് ഈ ഒരു വസ്തുതയാണ്. നേരത്തെ MN വിജയൻ മാഷ് പറഞ്ഞതുപോലെ
ചോദ്യം ഉത്തരം കൊടുത്തില്ലെങ്കിലും കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം ക്ലാസ് റൂമിൽ ബാക്കിയാവുമെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോ അവസ്ഥ. ഇപ്പം മുഹമ്മദ് റിയാസിനും പിണറായി വിജയനുമെതിരെ കിട്ടുന്ന ആ അമിത പ്രാധാന്യം പാർട്ടിയിൽ കോടിയേരിക്ക് കിട്ടാതെ പോയ ഒരവസ്ഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പോലും അങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ സമ്മേളന കാലത്ത് ചർച്ചയാകും. അൻവറിന് പിന്നിൽ പാർട്ടിയിലെ ചിലരുണ്ടെന്ന് നേതൃത്വത്തിനും അറിയാം. അൻവർ ഒറ്റയ്ക്കല്ല എന്ന് പൊതുവിൽ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ ആർക്കും മനസ്സിലാവുകയും ചെയ്യും. അൻവറിനെതിരെ കടുപ്പിച്ചാലോ അത് അവരെയും നിലയ്ക്ക് നിർത്താമെന്നാണ്, നിലയ്ക്ക് നിർത്തേണ്ടി വരും. അങ്ങനെ നിർത്താമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. പക്ഷേ MLA സ്ഥാനം വിടാതെ പാർട്ടിക്കെതിരെ കടന്നലാകാൻ അൻവർ ഉറപ്പിക്കുമ്പോൾ എളുപ്പമല്ല CPM-ന് കാര്യങ്ങൾ. നിയമസഭയിൽ അൻവർ എഴുന്നേറ്റാൽ അത് വലിയ തലവേദന തന്നെ CPM-ന് സമ്മാനിക്കും. കാരണം നിയമസഭയിൽ പ്രിവിലേജ് ഉണ്ട് ഒരു MLA-ക്ക് സംസാരിക്കാൻ. പുറത്ത് സംസാരിക്കുന്നത് പോലെയോ പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത് പോലെയോ അല്ല. MLA-യുടെ പ്രിവിലേജ് ഉപയോഗിച്ച് നിയമസഭയിൽ അദ്ദേഹത്തിന് സധൈര്യം പറയാം. അങ്ങനെ പറയുന്ന വാക്കുകൾ, സഭാരേഖകളിൽ അൻവറിന്റെ വാക്കുകൾ എല്ലാ കാലത്തേക്കുമായി അടയാളപ്പെട്ട് കിടക്കും എന്ന ചിന്തയും CPM-ന് മഥിക്കുന്നുണ്ട്. അതേസമയം അൻവർ പ്രതിപക്ഷത്തിന് അത്ര പ്രിയപ്പെട്ടയാളൊന്നുമല്ല. പക്ഷെ പ്രതിപക്ഷം അൻവറിന്റെ ഓരോ വാക്കും നിയമസഭയിൽ ആഘോഷിക്കുകയാവും ഫലം എന്ന് CPM-ന് നന്നായിട്ട് അറിയാം. എന്തായാലും വല്ലാത്തൊരു കുരിശാണ് CPM ഇപ്പോൾ ചുമക്കുന്നത്. ഇരുതല മൂർച്ചയുള്ള മലപ്പുറം കത്തി പോലെ ഇരുതല മൂർച്ചയുള്ള അൻവർ ആകട്ടെ കലിതുള്ളി നിൽക്കുകയാണ് ഇപ്പോഴും. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് തന്നെ CPM-ന് അൻവർ ഇതുവരെ പറഞ്ഞതിന് തന്നെ CPM-ന് തൃപ്തികരമായ ഒരു മറുപടി കൊടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അൻവർ ഉയർത്തിയ കൊടുങ്കാറ്റ് എത്രമാത്രം ഇനിയും CPM-ൽ നാശനഷ്ടം സൃഷ്ടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.